നമസ്കാരം. ഇസ്രായേൽ ഇറാൻ സംഘർഷം ആക്രമണം നടത്തിയും പ്രത്യാക്രമണം നടത്തിയും ഇരുപക്ഷവും വിട്ടുകൊടുക്കാതെ സംഘർഷം മൂർച്ഛിക്കുകയാണ്. ഈ സമയത്ത് സംഘർഷത്തിൽ ശരിക്കും പെട്ടുപോയത് ജോലിക്കും വിദ്യാഭ്യാസത്തിനുമായി ഇറാനിലെത്തിയ ഇന്ത്യക്കാരാണ്. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിനിടെ അടച്ച വ്യോമാതിർത്തി ഇന്ത്യക്കായി തുറന്നു നൽകിയിരിക്കുകയാണ് ഇറാൻ. കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെ തിരികെ എത്തിക്കുന്നതിനാണ് പ്രത്യേക ഇളവ് ഏർപ്പെടുത്തിയതെന്നും ഇറാൻ വ്യക്തമാക്കി. സംഘർഷം ബാധിച്ച പശ്ചിമേഷ്യയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സുരക്ഷിതമായി മാറ്റി പാർപ്പിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമായി ഓപ്പറേഷൻ സിന്ധുവുമായി സഹകരിക്കുമെന്നും ഇറാൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഇന്ത്യക്കാരുടെ ആദ്യ സംഘത്തെ ഇറാനിൽ നിന്നും കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ എത്തിച്ചിരുന്നു. 1000 പേരാണ് ആദ്യ സംഘത്തിലുണ്ടായിരുന്നത്. വ്യോമമേഖല അടച്ചിട്ടിരുന്നുവെങ്കിലും പക്ഷേ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക ഒഴിവാക്കൽ നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ഇന്ത്യയുമായി സഹകരിക്കുന്നുണ്ടെന്നും ഇന്ത്യക്കാരെ ആദ്യം സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റി, തുടർന്ന് ക്രമീകരണങ്ങൾ സഹായിച്ചു. 3 മഹാൻ എയർ വിമാനങ്ങൾ അവരെ നാട്ടിലേക്ക് കൊണ്ടുവരും. ഇന്ത്യൻ വിദ്യാർത്ഥികളെ തിരികെ കൊണ്ടുവരാൻ 3 മഹാൻ എയർ വിമാനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ടെന്നും ന്യൂഡൽഹിയിലെ ഇറാനിയൻ എംബസിയിൽ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ ജാവേദ് ഹൊറത്സി സ്ഥിരീകരിച്ചു. ഇറാനിൽ നിലവിൽ ഏകദേശം 10,000 ഇന്ത്യൻ പൗരന്മാരുണ്ടെന്നും അവരിൽ പലരും വിദ്യാർത്ഥികളാണെന്നും എംബസി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. ഇതിൽ 1000-ഓളം പേരെയാണ് കഴിഞ്ഞ ദിവസം സുരക്ഷിതമായി മാറ്റിപ്പാർപ്പിച്ചത്. രണ്ടാമത്തെയും മൂന്നാമത്തെയും വിമാനങ്ങൾ ശനിയാഴ്ച ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് രാവിലെയും മറ്റൊന്ന് വൈകുന്നേരവുമായി എത്തും. ഇസ്രായേൽ ഇറാനിയൻ സേനകൾ ഉൾപ്പെടെ മിസൈൽ കൈമാറ്റങ്ങളും ഡ്രോൺ ആക്രമണങ്ങളും തുടർച്ചയായി നടക്കുന്നതിനാൽ ഇറാനിയൻ വ്യോമാതിർത്തി മിക്ക അന്താരാഷ്ട്ര വിമാനങ്ങൾക്കുമായി അടച്ചിട്ടിരുന്നു. വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കുന്നതിനായി ഇന്ത്യക്ക് പ്രത്യേക ഇടനാഴി അനുവദിച്ചിട്ടുണ്ട്. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം ശമിക്കുന്നതിന്റെ ലക്ഷണമൊന്നും കാണിക്കാത്തതിനാലാണ് ഇറാനിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിനായി ഓപ്പറേഷൻ സിന്ധു ആരംഭിച്ചത്. ചില വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റതിനെ തുടർന്ന് ടെഹ്റാനിലെ ഇന്ത്യൻ മിഷനുമായി ഇറാൻ വിദേശകാര്യ മന്ത്രാലയം അടുത്ത ബന്ധത്തിലാണ്. ഡൽഹിയിലെ ഇറാൻ എംബസി ഉദ്യോഗസ്ഥരാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വിദേശത്തു നിന്നുള്ള ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷയ്ക്ക് ഇന്ത്യ ഏറ്റവും ഉയർന്ന മുൻഗണന നൽകുന്നുണ്ട്. 4000-ലധികം ഇന്ത്യക്കാർ ഇറാനിൽ താമസിക്കുന്നുണ്ട്. അവരിൽ പകുതിയും വിദ്യാർത്ഥികളാണ്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വിശദീകരണങ്ങൾ പ്രകാരമാണ് ഇക്കാര്യം. ഈ ആഴ്ച ആദ്യം വടക്കൻ ഇറാനിൽ നിന്നും 110 ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഒഴിപ്പിച്ച് റോഡ് മാർഗം അർമേനിയയിലെ എരേവനിലേക്കും കൊണ്ടുപോയി. ടെഹ്റാനിലെ എരേവനിലും ഇന്ത്യൻ ദൗത്യങ്ങൾ തമ്മിലുള്ള അടുത്ത ഏകോപനത്തിലാണ് ഒഴിപ്പിക്കൽ നടന്നത്. ഇന്ത്യൻ പൗരന്മാർക്ക് അവരുടെ പ്രദേശങ്ങളിലൂടെ സുരക്ഷിതമായി കടന്നുപോകാൻ സൗകര്യമൊരുക്കിയത് ഇറാൻ അർമേനിയൻ സർക്കാരുകളോടുള്ള ഇന്ത്യൻ സർക്കാരിന്റെ നന്ദിയും പ്രകടിപ്പിച്ചു. വിദ്യാർത്ഥികൾ ഭൂരിഭാഗവും ജമ്മു കാശ്മീരിലെ താമസക്കാരാണ്. ആദ്യ വിമാനത്തിൽ ഒഴിപ്പിച്ച 110 പേരിൽ 90 പേരും കേന്ദ്രഭരണ പ്രദേശത്ത് നിന്നുള്ളവരാണെന്നും ജമ്മു കാശ്മീർ സ്റ്റുഡൻസ് അസോസിയേഷൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇറാന്റെ ആണവ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ ആരംഭിച്ചതോടെയാണ് ഏറ്റവും പുതിയ സംഘർഷം ആരംഭിച്ചത്. ഇത് ടെഹ്റാനിൽ നിന്നും വൻതോതിലുള്ള പ്രതികാര ആക്രമണങ്ങൾക്ക് കാരണമായി. മിസൈൽ ആക്രമണങ്ങളും ഡ്രോൺ ആക്രമണങ്ങളും ഉൾപ്പെടെ ഇസ്രായേലി പട്ടണങ്ങളും 20-ലധികം സാധാരണക്കാർ കൊല്ലപ്പെടുകയും 100 കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു.